സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതം. ഗുജറാത്തിലെ കച്ചിൽ ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തി. ഹാരപ്പൻ സംസ്കാരത്തിന് 5000 വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ച്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാകുന്നത് ബ്ലെയ്സ് മെട്രവെലി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്തെത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസ്വാമി. മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസഡറായി കത്രീന കൈഫ് നിയമിതയായി. G7 ഉച്ചകോടി കാനഡയിൽ നടന്നു. 2025 G7 ഉച്ചകോടി കാനഡ. US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി D. രചന ചുമതലയേറ്റു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ലഭിച്ചു. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ച് തപാൽ വകുപ്പ്. ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട്. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക. ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡുപ്ലാന്റിസ്. വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ ക്വിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. മുൻ വിംബിൾട്ടൺ വനിതാ ചാമ്പ്യൻ മാർഗെറ്റ വേണ്ടോസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം. ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി. ഈ സീസണിലെ 3ാം കിരീടമാണ്. ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ 4ാമതെത്തി ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായി. നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 50,000 രൂപയാണ് പുരസ്കാര തുക. ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനും. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് 2025 ജൂൺ 25 യാഥാർത്ഥ്യമായത്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തെത്തിയത്. ഈ ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റായ ശുഭാൻഷു ശുക്ലയോടൊപ്പം പെഗ്ഗി വിറ്റ്സൺ അമേരിക്ക, സ്ലാവോസ് ഉസ്നാസ്കി പോളണ്ട്, ടിബോർ കബു ഹംഗറി സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേര് ഗ്രേസ്. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിന്റെ പരീക്ഷണം വിജയം. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, ഫിലിപ്പീൻസ്. നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന
ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. 1960-കളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നടൻ ജി പി രവി